സെൻറ്റർ എന്നാണ് TDCയുടെ ഫുൾ ഫോം. പേരിലുള്ളതുപോലെ തന്നെ ടോപ്പിലുള്ള അങ്ങേയറ്റം പേരിലുള്ള സാധനത്തിന് ഇത്ര ചെറിയ ഏരിയയിലേക്ക് ചുരുക്കിയിരിക്കുന്നു. അതാണ് അവിടെ. ഇനി വരുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ AMVI എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഓട്ടോമൊബൈലിൻ്റെ ചെറിയ പോർഷൻസ് വീഡിയോ കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രീവിയസ്ലി ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ means of transportation that usually has wheels and engine. ഒരു വീലും എൻജിനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഓട്ടോമൊബൈൽ എന്ന് പറയും. ഇപ്പോൾ ഒരു കാറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ബാക്ക് സൈഡിൽ ഫ്യൂൽ ലൈൻ ഉണ്ടാവും, പിന്നെ ഫ്രണ്ടിലൊരു എൻജിൻ, പിന്നെ ഒരു ബാറ്ററി അസംബ്ലി ഉണ്ടാവും, ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ എന്ന് പറയും. ട്രാൻസ്മിഷനിൽ നിന്നാണ് ആക്സിൽ ഉണ്ടാവുക. എൻജിൻ്റെ ഒരു എക്സോസ്റ്റ് ലൈൻ ഉണ്ടാവും, അതിനകത്ത് കാറ്റലിറ്റിക് കൺവേർട്ടർ ഉണ്ടാവും, മഫ്ലർ ഉണ്ടാവും, പിന്നെ എക്സോസ്റ്റ് പൈപ്പ് വഴി പുറത്തേക്ക് പോകും. ബ്രേക്കിൻ്റെ സിസ്റ്റത്തിന് അവിടെ എത്തുന്ന സമയത്ത് ബ്രേക്ക് ഉണ്ടാവും, പിന്നെ 4 വീലിലും ഷോക്ക് അബ്സോർബേഴ്സും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കണം. അപ്പോൾ വണ്ടിയുടെ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ചേസ് ആൻഡ് സസ്പെൻഷൻ ആണ് അല്ലേ. ചേസിൻ്റെ മുകളിൽ സസ്പെൻഷൻ വരും. പിന്നെ ഉള്ളത് മെയിൻ ഒരു കമ്പോണൻ്റാണ് എൻജിൻ. അടുത്ത് വരുന്ന ഒരു ട്രാൻസ്മിഷൻ ഉണ്ടാവും. പിന്നെ ഓക്സിലറി കമ്പോണൻസ് ഉണ്ട്. ഓക്സിലറി കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. പിന്നെ കൺട്രോൾസും കൂടെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വണ്ടി ആകാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ ഓക്സിലറിയിൽ ബോഡി വരാം, സീറ്റ് വരാം, അങ്ങനെ പല ടൈപ്പുകളും വരാം. ഇപ്പോൾ എൻജിൻ എന്താണ്? എൻജിൻ എന്ന് പറയുന്നത് എ മെഷീൻ ഫോർ കൺവേർട്ട് വേരിയസ് ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. പല വിധത്തിലുള്ള എനർജി വേറൊരു വിധത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ശരിക്കും എൻജിൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി നമുക്ക് റൊട്ടേഷണൽ എനർജി ആക്കാം. ഇനി ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കാം. അങ്ങനെ ഏത് വിധത്തിലുള്ള എനർജികളും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് നമ്മളൊരു ഡീസൽ ജനറേറ്ററിനകത്ത് ഉപയോഗിക്കാറുള്ളത് അല്ലേ. ഒരു ഡീസൽ ജനറേറ്ററിൻ്റെ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും ഒരു സാധാരണ ജനറേറ്റർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡീസൽ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡീസൽ എൻജിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റുമായിട്ട് അതിൻ്റെ ഫ്ലൈ വീലിലേക്ക് ഒരു ജനറേറ്റർ AC ജനറേറ്റർ ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ AC ജനറേറ്ററിൻ്റെ കൺട്രോൾ പാനൽ വഴി നമുക്ക് AC ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതൊരു എൻജിനാണ് അല്ലേ. ഇതൊരു ബേസിൻ്റെ മുകളിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു. പിന്നെ എൻജിൻ്റെ ഭാഗങ്ങളുമായിട്ട് അതിനെ കൂൾ ചെയ്യാനും പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് പല അപ്പാരറ്റസുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എൻജിൻ എന്താണെന്ന് നോക്കാം. നമുക്കൊരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു എൻജിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ക്രോസ് സെക്ഷണൽ വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു പെട്രോൾ എൻജിനാണ്. അങ്ങനെയാണ് പെട്രോൾ എൻജിനാണെന്ന് മനസ്സിലായത്. ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്യൂവൽ ലൈൻ ഉണ്ട്, ഒരു എക്സോസ്റ്റ് പൈപ്പുണ്ട്. ഇതിൽ ഈ കാണുന്നതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റണാണ്. കണക്റ്റിംഗ് റോഡുണ്ട്. ഇവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു എൻജിൻ്റെ ഒരു ഫിഗർ ഉണ്ടാകുന്നത്. അപ്പോൾ എൻജിൻ എന്ന് പറയുന്നത് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഓഫ് ഫ്യൂവൽ ഇൻറ്റു തെർമൽ എനർജി ആൻഡ് ഇൻറ്റു വർക്ക്. കെമിക്കൽ എനർജി തെർമൽ എനർജിയാക്കി അതിനെ വീണ്ടും വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു എൻജിൻ എന്ന് പറയുന്നത്. ഇനി എൻജിൻ്റെ ടെർമിനോളജി പഠിക്കാനുണ്ട്. നമുക്ക് ടൈപ്സ് ഓഫ് എൻജിൻസ് നോക്കാനുണ്ട്. എൻജിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാറുണ്ട്. കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഫ്യൂൽ സിസ്റ്റം ഉണ്ട്, ഇഗ്നിഷൻ സിസ്റ്റം, ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം ആൻഡ് സ്റ്റാർട്ടിംഗ് ആൻഡ് ചാർജിങ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓട്ടോമൊബൈലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ക്ലച്ച് ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. ഇതൊക്കെ ട്രാൻസ്മിഷൻ്റെ ഭാഗമാണ്. ക്ലച്ച്, ഗിയർ ബോക്സ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, ആക്സിൽസ്, വീൽ ആൻഡ് ടയേഴ്സ്, ബ്രേക്ക് ആൻഡ് സ്റ്റിയറിംഗ് മെക്കാനിസം. ഫിഗറിൽ കാണുന്ന പോലെ എൻജിനുണ്ട്. എൻജിൻ്റെ ഒരു ഔട്ട്പുട്ട് ക്ലച്ചിൽ നിന്ന് ട്രാൻസ്മിഷനിലേക്കും, ട്രാൻസ്മിഷനിൽ നിന്ന് ഡ്രൈവ് ഷാഫ്റ്റിലേക്കും, ഫൈനൽ ഡ്രൈവിലേക്കും എത്തും. പിന്നെ ഉള്ളത് ഫ്രണ്ട് വീല് വഴി ഓടുന്ന നമ്മുടെ സാധാരണ കാറുകളൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവില്ല, ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ആബ്സെൻസ് ഉണ്ടാവും, ഡ്രൈവ് ഷാഫ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫൈനൽ ഡ്രൈവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലൈനിൽ തന്നെയാണ് ഫൈനൽ ഡ്രൈവുകൾ പോകുന്നത് അല്ലേ. ഓക്കെ,
ക്ലച്ചും ബാക്കി കമ്പോണൻസും ഒക്കെ ഉണ്ടാവും. ക്ലച്ച് ഉണ്ടാവും, ഗിയർ ബോക്സ് ഉണ്ടാവും, എൻജിൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ആബ്സെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എൻജിൻ്റെ ടെർമിനോളജി, ഇപ്പോൾ എൻജിനകത്ത് വരുന്ന ടേംസ് ആദ്യം നോക്കാം. ഇപ്പോൾ TDC ആദ്യത്തെ ടേമാണ് TDC, ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് TDCയുടെ ഫുൾ ഫോം. പേരിലുള്ളതുപോലെ തന്നെ ടോപ്പിലുള്ള അങ്ങേയറ്റം, അതാണ് മുകളിലുള്ള അങ്ങേയറ്റം. ഇനി BDC എന്ന് പറയുന്നത് താഴെയുള്ള ഇങ്ങേയറ്റം, താഴത്തെ തട്ടം. ഓക്കെ, ഇപ്പോൾ TDCയുടെ ഡെഫിനിഷൻ നോക്കാം. ദ പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ പിസ്റ്റൺ ഏറ്റവും ടോപ്പിലുണ്ടാകുന്ന സമയത്ത് ഉള്ള ആ പൊസിഷനാണ് TDC എന്ന് പറയുന്നത്. ഇനി BDC, പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. പിസ്റ്റൺ ഏറ്റവും താഴെയാകുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ BDC. ഇനി സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. സ്ട്രോക്ക് എന്ന് പറയുന്നത് TDC മുതൽ BDC വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഫ്രം TDC ടു BDC ഓർ BDC ടു TDC ആണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. TDC ടു BDCയോ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാം, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് നോക്കാം. ആ ഒരു ലെങ്ത്ത്, എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി സ്ട്രോക്ക് ലെങ്ത്ത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC ഈസ് കോൾഡ് സ്ട്രോക്ക് ലെങ്ത്ത്. ആ എത്ര ദൂരമാണ് സഞ്ചരിച്ചതെന്നുള്ളതിന് സ്ട്രോക്ക് ലെങ്ത്ത് എന്ന് പറയാം. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് TDC മുതൽ BDC വരെ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്, അല്ലേ. ഇനി എൻജിൻ്റെ ടെർമിനോളജി നോക്കാം. ഇനി എൻജിൻ്റെ പാർട്ടുകളായിട്ടുള്ള പേര്. ബോർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ആൻ എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ് ബോർ. അപ്പോൾ ഈ ഡയമീറ്റർ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക, അല്ലേ. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഷേപ്പിലുള്ള ഇതായിരിക്കും ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പം ബോർ എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിനെയാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ആ ഡയമീറ്ററാണ് നമ്മൾ ബോർ എന്ന് പറയുന്നത്. ഇനി ക്ലിയറൻസ് വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ TDCയും BDCയും പറഞ്ഞു, അല്ലേ. അപ്പോൾ എബോവ് TDC പിസ്റ്റൺ എത്തിക്കഴിഞ്ഞാൽ പോലും പിസ്റ്റൻ്റെ ഹെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറഞ്ഞൊരു പോർഷൻ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. ആ ഒഴിഞ്ഞു കിടക്കുന്ന പോർഷനെയാണ് നമ്മൾ ക്ലിയറൻസ് വോള്യൂം എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോള്യൂം, ദ വോള്യൂം ഓഫ് സിലിണ്ടർ എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് TDC. മുകളിലുണ്ടാകുന്ന സമയത്ത് ഉള്ള ആ ഇതിനെയാണ്, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോള്യൂം എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പുമായിട്ട് സിലിണ്ടറിൻ്റെ ഹെഡ് തട്ടാതിരിക്കാൻ, സിലിണ്ടറിൻ്റെ ടോപ്പുമായിട്ട് പിന്നെ പിസ്റ്റൻ്റെ ടോപ്പ് സൈഡ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോള്യൂം എന്ന് പറയുന്നത്. സ്വെപ്റ്റ് വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് വോള്യമാണ്. ഇപ്പോൾ TDC മുതൽ BDC വരെ പോകുന്ന സമയത്ത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്ക് പിസ്റ്റൺ പോകുമ്പോഴാണ് സക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെ സക്ഷൻ സംഭവിക്കുമ്പോൾ ഇത്ര വോള്യൂം ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ വലിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എയർ വലിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വെപ്റ്റ് വോള്യൂം എന്ന് പറയുന്നത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് വോള്യൂം ഓഫ് എ പിസ്റ്റൺ ഈസ് കോൾഡ് സ്വെപ്റ്റ് വോള്യൂം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് വോള്യൂം എന്നൊരു പേര് കൂടി ഇതിന് പറയുന്നുണ്ട്. ഇനി കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് നോക്കാം. അപ്പോൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിയറൻസ് വോള്യത്തിലേക്കാണ് നമ്മൾ ശരിക്കും പിസ്റ്റൺ BDCയിൽ നിന്ന് മുകളിലേക്ക് TDCയിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ സക്ഷൻ സ്ട്രോക്കിൽ വലിച്ചു വെച്ചിരിക്കുന്ന എയറിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ നോക്കുക. അപ്പോൾ ഇവിടെ 9 മീറ്റർ ക്യൂബ് സ്ട്രോക്ക് വോള്യൂം ഉണ്ടെന്ന് വിചാരിക്കുക, സ്ട്രോക്ക് വോള്യൂം. ഇനി ക്ലിയറൻസ് വോള്യൂം ഇവിടെ ടോപ്പിൽ ചെറിയൊരു പോർഷൻ 1 മീറ്റർ ക്യൂബിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 9 മീറ്റർ ക്യൂബിലുള്ള സാധനത്തിലേക്ക് കൂടി കംപ്രസ് ചെയ്ത് നമ്മൾ 1 മീറ്റർ ക്യൂബ് സ്പേസിലേക്ക് എത്തിക്കുകയാണ്. ആ സമയമാകുമ്പോഴേക്ക് TDCയിലേക്ക് പിസ്റ്റൺ എത്തി. അപ്പോൾ ഇവിടെ കംപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വോള്യത്തിൽ നിന്ന് എത്ര ശതമാനത്തിലേക്കാണ് ഇത് കംപ്രസ്ഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രോക്ക് വോള്യവും ഈ ക്ലിയറൻസ് വോള്യവും കൂട്ടി ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഈ വോള്യൂം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 + 1
ഡിവൈഡഡ് ബൈ 1. അതാണ് അതിൻ്റെ റേഷ്യോ. ഇത് ഈ 9+1 ഇത്രയും ഏരിയയിലുള്ള സാധനത്തിനെ ഇത്ര ചെറിയ ഏരിയയിലേക്ക് ചുരുക്കിയിരിക്കുന്നു. അതാണ് അവിടെയുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും ഉള്ളത് ഇപ്പോൾ ഇത്ര മാത്രമാണ് എന്ന് പറയുന്നു. അതാണ് കംപ്രഷൻ റേഷ്യോ. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റ് ഓഫ് ചാർജ് ഇൻസൈഡ് ദ എൻജിൻ ഈസ് കംപ്രസ്ഡ്. എത്രയായിട്ടാണ് കംപ്രസ് ചെയ്തിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോള്യൂം എബവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് BDC ടു ദി വോള്യൂം എബവ് ദ പിസ്റ്റൺ അറ്റ് TDC. BDCയിൽ പിസ്റ്റൺ ആയിരുന്ന സമയം, BDCയിലുള്ള പിസ്റ്റൻ്റെ മുകളിലുണ്ടായിരുന്ന എയറിനെ TDCയിലുള്ള പിസ്റ്റൻ്റെ മുകളിലേക്ക് എത്രയായി ചുരുക്കി, അതിൻ്റെ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ റേഷ്യോയുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത് VS എന്ന് പറയുന്നത് സക്ഷൻ വോളിയം, VC എന്ന് പറയുന്നത് കംപ്രഷൻ വോളിയം ആണെങ്കിൽ CR കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് VS + VC ഡിവൈഡഡ് ബൈ VC. ഇവിടെ ഒരു VCയുടെ കുറവുണ്ട്, VC ആണ്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞത് തന്നെ ഈ വോള്യൂം കംപ്ലീറ്റ് വോള്യൂം ഡിവൈഡഡ് ബൈ ഈ വോള്യൂം, ക്ലിയറൻസ് വോള്യൂം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എൻജിൻസ് എന്ന് പറയുന്നത് കൂടി നമുക്ക് നോക്കാണ്ട് അടുത്ത വീഡിയോകളിലൊക്കെ വരാം. ടൈപ്സ് ഓഫ് ഫ്യൂവൽ യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്, സ്ട്രോക്ക് ബേസ് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ഓഫ് കമ്പഷൻ ബേസ് ചെയ്തിട്ടുണ്ട്, സിലിണ്ടേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടർ വെച്ചിട്ടുണ്ട്, ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എൻജിൻസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരുപാട് വീഡിയോകൾ ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ ഇടണമെങ്കിൽ വ്യൂവേഴ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്പെൻഡ് ചെയ്തിടും, അല്ലെങ്കിൽ അത്ര ഇടുന്നില്ല. ഇതൊരു ഫ്രീ ചാനൽ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.